ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നിപ്പോൾ ദേ ഈ സൈഡിൽ ബോക്സുകളെല്ലാം ഇരിക്കുന്ന കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ്. അങ്ങനെ വലിയ ബ്രാൻഡിൻ്റെ ഐറ്റംസുകളൊന്നും അല്ല കേട്ടോ. ഞാനിത് കുറച്ച് നാളായി മേടിച്ച് വെച്ചിട്ട്. അപ്പം ഇന്നിപ്പം ഈ നെക്സ്റ്റ് വീക്ക് കുറച്ച് കൂടുതൽ സെലിബ്രേഷൻസ് വീട്ടിൽ വരുന്ന ഒരു വീക്കാണ്. എൻ്റെ രണ്ട് കുട്ടികളുടെയും ബർത്ത്ഡേ അടുപ്പിച്ചാണ്. 2 days ഡിഫറൻസിലാണ് രണ്ടുപേരുടെയും ബർത്ത്ഡേ വരുന്നത്. അപ്പം ഞാൻ കിച്ചണിലേക്ക് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരുന്ന കുറച്ച് പ്ലേറ്റ്സ് സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയ പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വന്നിരുന്നിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഞാൻ വിചാരിച്ചു മാറ്റുന്ന ഒരു സമയത്ത് വീഡിയോ എടുത്തിട്ട് അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇത് ഇന്നാണ് പൊട്ടിക്കാനായിട്ട് പോകുന്നത്. വന്നിരുന്നിട്ട് കുറച്ച് നാളായേ. അപ്പോൾ ഇതിനകത്ത് ഇനി എന്തെങ്കിലും പൊട്ടിയിരിക്കുന്നുണ്ടോ എന്നുള്ളത് പോലും എനിക്ക് അറിഞ്ഞൂടാ. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഈ ഐറ്റംസുകളുണ്ടല്ലോ എവിടെ നിന്നാണ് മേടിച്ചത് എന്നുള്ളതിൻ്റെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാവേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ. കാരണം മിക്കതും എൻ്റെ കയ്യിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കുറവാണ്. ഇനി ഞാനൊന്ന് തപ്പി നോക്കിയാൽ ചിലപ്പോൾ കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. കാരണം ഇത് കുറച്ച് നാളായി ഞാൻ വീഡിയോസ് എടുക്കുന്നത് ഫോണിലായതുകൊണ്ട് അതിൻ്റെ അകത്ത് സ്റ്റോറേജ് വേഗം തീർന്നു പോകും. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ്. അടിപൊളി. ഇത് നല്ല അടിപൊളിയായിട്ടോ പാക്ക് ചെയ്ത് വന്നേക്കുന്നത്. ഇത് കണ്ടോ? ഇതിൻ്റെ അകത്ത് അവരുടെ ഒരു താങ്ക് യു കാർഡ് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് ഞാനിത് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇനി ഏത് സൈറ്റിൽ നിന്നാണെന്ന് അറിയാത്തവർക്ക് നന്നായി കേട്ടോ. ഇതിനകത്ത് ഇവരുടെ ഒരു വാട്സപ്പ് നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു താങ്ക് യു കാർഡാണിത്. അടിപൊളിയായിട്ട് അവർ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് പാക്ക് ചെയ്ത് വന്നേക്കുന്നത്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് എനിക്ക് യാതൊരു ഓർമ്മയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സിസേഴ്സ് എവിടെ? ഇത് ചെറിയ ബൗളുകളാണ്. ഇതിൻ്റെ നല്ല രസമുണ്ടല്ലേ. നമുക്ക് ഫ്രൂട്ട്സ് എടുക്കാനും കറി സെർവ് ചെയ്യാനൊക്കെ പറ്റുന്ന മാതിരത്തെ ചെറിയ ബൗളുകളാണ്. ഇതിൻ്റെ 4 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. 4 എണ്ണമാണോ 3 എണ്ണമാണോ എനിക്ക് ഓർമ്മയില്ല. ഞാനിത് ഫുള്ള് എടുത്ത് വയ്ക്കട്ടെ. നാലെണ്ണത്തിൻ്റെ ഒരു സെറ്റാണ്. 4 ബൗളും 4 സ്മോൾ പ്ലേറ്റും 4 ബിഗ് പ്ലേറ്റും ആയിട്ടുള്ള ഒരു സെറ്റാട്ടോ ഇത്. ഇതെനിക്ക് തോന്നുന്നു ഹാൻഡ് മെയ്ഡ് ആണെന്ന് തോന്നുന്നുണ്ട്. അതാണ് ഇതിൻ്റെ അകത്ത് സ്റ്റെയിൻസ് ഉണ്ട്. ഇത് ഇങ്ക് അവരിടുന്നതിൻ്റെ കുറച്ച് ഇങ്ക് ഇടുന്നതിൻ്റെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ സ്റ്റെയിൻ ഉണ്ട്. ഹാൻഡ് മെയ്ഡ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത്രയ്ക്കധികം പൈസ വന്നിരിക്കുന്നത് കേട്ടോ. 4000 എബവ് ഉണ്ട് ഇതിൻ്റെ പ്രൈസ്. ഇനി ഞാൻ അടുത്ത പാക്ക് ഒന്ന് പൊട്ടിക്കട്ടെ. ഇവരും എനിക്കൊരു കാർഡ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഒരു വിഷൻ ബോർഡിൻ്റെ ഇതൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്ന മാതിരത്തെ ഒരു കാർഡൊക്കെയാണ് കേട്ടോ. ഇത് കണ്ടോ? ഇതാണ് ഇവരുടെ. ഇത് 1-2 ഐറ്റങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇത് 1841 രൂപയാണ് ഇത് ആയിട്ടുണ്ടായിരുന്നത്. ഇതെന്തൊക്കെ ഐറ്റംസ് ആണെന്ന് എനിക്ക് യാതൊരു ഓർമ്മയില്ല. എടുത്ത് നോക്കുമ്പോഴേ അറിയുള്ളൂ. അതാ 2 എനിക്ക് തോന്നുന്നു ഗ്ലാസ് ആണെന്ന് തോന്നുന്നു ഞാൻ ഓർഡർ ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ പാത്രങ്ങളുടെ ഇച്ചിരി പ്രാന്തമുള്ള ഒരാളാണ്. അതായത് നല്ല ഇതുകൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓൺലൈനിൽ നിന്ന് ഇതുപോലെ ഇത് രണ്ടും ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്ത് മേടിച്ചാന്ന് തോന്നുന്നു. ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്ത് മേടിക്കുമ്പം നമുക്ക് പറ്റുന്ന കുറച്ച് കാര്യങ്ങളും കൂടി
ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അത് കുറച്ച് ഞാൻ ഇന്ന് ഇരുന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാവേ. എനിക്ക് പറ്റിയ 1-2 എന്താ പറയുക അബദ്ധങ്ങൾ തന്നെയാണത്. അത് എൻ്റെ ശ്രദ്ധ കുറവ് കൊണ്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന 1-2 കാര്യങ്ങൾ. അതിനിപ്പോൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കും സെയിം എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ വളരെയധികം സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് കേട്ടോ. ഇത് ഇവർ അന്യായ രീതിയിലാണ് പാക്ക് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇതുപോലത്തെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഗ്ലാസ്സാണ് കേട്ടോ, 6 പീസിൻ്റെ. ഇത് ഗ്ലാസ് ആകുന്നത് കൊണ്ടാണ്, ഇത് ഫ്രജൈലായതുകൊണ്ട് ഇത്രയും കെയറായിട്ട് അവർ പാക്ക് ചെയ്യുന്നത്. ഇതാ ഇങ്ങനത്തെ ഗ്ലാസ്സാണ് കേട്ടോ ഇത്. ഇതിൻ്റെ 6 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണിത്. ഡയമണ്ട്സ് നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഗ്ലാസ് ആട്ടോ അത്. കട്ടിയുണ്ട്, നല്ല കട്ടിയുണ്ട്. ഇങ്ങനെ ഒരു ഗ്ലാസ് ബൗളാണ് കേട്ടോ. അബദ്ധം പറ്റിയത് പറയാമെന്ന് പറഞ്ഞില്ലേ. എനിക്കറിയാം നിങ്ങളെല്ലാവരും അത് കേൾക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. 2 പ്രാവശ്യം എന്നെ പറ്റിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കൂടുതൽ സാധനങ്ങളും ഓൺലൈൻ വഴി മേടിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് എന്താണ് പറയുക, കൂടുതൽ എനിക്ക് പരിചയമുള്ള സൈറ്റുകളിൽ നിന്ന് തന്നെയാണ് ഞാൻ കൂടുതൽ സാധനങ്ങളും മേടിക്കാറുള്ളത്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കുമ്പം പുതിയ സൈറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് ഇഷ്ടം പോലെ പുതിയ സാധനങ്ങൾ നമ്മൾ കാണും. അപ്പം നമ്മളത് ഓർഡർ ചെയ്യും. ഞാൻ കൂടുതലും ക്യാഷ് ഓൺ ഡെലിവറീസാണ് അങ്ങനെ കൊടുക്കാറുള്ളത്. അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ഓർഡർ ചെയ്യുന്ന ആളായതുകൊണ്ടോ എന്താണെന്ന് അറിഞ്ഞുകൂടാ, കഴിഞ്ഞിടയ്ക്കെന്നല്ല, ഒരു കഴിഞ്ഞതിൻ്റെ മുൻപത്തെ മാസം എനിക്ക് കുറച്ച് സാധനങ്ങൾ ഇതുപോലെ ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തിരുന്ന കാരണം കൊണ്ട് ഞാൻ എവിടെയെങ്കിലും പുറത്തൊക്കെ പോവുകയാണെങ്കിൽ കുട്ടികളെ പറഞ്ഞേൽപ്പിച്ചിട്ടാണ് ഞാൻ പോകാറുള്ളത്. അപ്പം എനിക്കിതുപോലെ ഒരു ഡെലിവറി വന്നു. അവരത് പൈസ കൊടുത്ത് അത് മേടിച്ച് വെച്ചു. ഞാൻ വന്ന് അത് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ അത് ഞാൻ ഓർഡർ ചെയ്ത ഐറ്റമല്ല, അത് ക്യാഷ് ഓൺ ഡെലിവറിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എനിക്ക് തന്നെ ഡൗട്ടായി, ഇനി ഇത് ഞാൻ തന്നെ മേടിച്ചതാണോ, ഞാൻ തന്നെ ഓർഡർ ചെയ്ത്. അതൊരു കൊറിയൻ മാസ്ക് എന്നും പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അത് വലിയ കാര്യമാക്കി എടുത്തില്ല. ഞാനും ഓർഡർ ചെയ്യാത്തൊരു ഐറ്റം ആയ കാരണം കൊണ്ട് ഞാൻ എൻ്റെ ഫോൺ മുഴുവൻ ചെക്ക് ചെയ്തു. ഞാൻ ഇനി എവിടെയെങ്കിലും, ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, സാധാരണ ഞാൻ ഓർഡർ ചെയ്യുന്ന സാധനത്തിൻ്റെ, പ്രത്യേകിച്ച് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്ന ഐറ്റങ്ങളുടെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കും. വിത്ത് എമൗണ്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഫോണെല്ലാം നോക്കിയിട്ടും എനിക്ക് അത് കണ്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ പറ്റിച്ചതാണ്, എനിക്കത് മനസ്സിലായി. അപ്പം ഞാൻ അതെടുത്ത് ആ സാധനം ഉപയോഗിക്കാനൊന്നും നിന്നില്ല കേട്ടോ. എന്തോ ഒരു കൊറിയൻ ഒരു ബ്ലാക്ക് കളർ മാസ്ക് ആയിരുന്നു. അപ്പം ഞാനത് കളഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പം ഷാൻജാൻ്റെ പേരിൽ സെയിം ഇതുപോലെ തന്നെ ഒരു ഇത് വന്നു. അപ്പം എൻ്റെ അടുത്തൊരു അത് വരുന്നതിൻ്റെ ഒരു 3-4 ദിവസം മുൻപ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ഞാൻ ഓൺലൈനിൽ 1-2 ക്യാപ്പ് കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്, അപ്പം നീ അത് മേടിച്ച് വെച്ചേക്കണം എന്ന് പറഞ്ഞു. ഞാൻ ബെഡ്റൂമിലായിരുന്നു, കുട്ടികളാണ് ഡോറ് തുറന്നത്. അപ്പോൾ അവർ പറഞ്ഞു അമ്മ അപ്പയ്ക്കുള്ള കൊറിയറാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ക്യാഷ് കൊടുത്ത് മേടിച്ച് വെച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവരത് ക്യാഷ് കൊടുത്ത് മേടിച്ച് വെച്ചു. ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് ഇത് ഷായണം പറഞ്ഞ സാധനമൊന്നുമല്ല, വേറെ എന്തോ ഒരു ഐറ്റമാണ്. അങ്ങനെ 2 പ്രാവശ്യം എന്നെ പറ്റിച്ചു അവർ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു മൂന്നാമത് ഇനി നമ്മൾ 2 പ്രാവശ്യമൊക്കെ നമുക്ക് നിന്ന് കൊടുക്കാം, മൂന്നാമത് ഇത് തന്നെ സ്ഥിരം ഒരു പരിപാടിയാക്കാൻ നമ്മൾ വിഡ്ഢികളാവില്ലേ. അടുത്ത ആഴ്ച പിന്നെയും എൻ്റെ പേരിൽ ഇതുപോലെ തന്നെ ഒരു ഓർഡർ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുട്ടികളെല്ലാം ഞാൻ പറഞ്ഞു ഒന്ന് അലേർട്ട് ചെയ്തു,
എന്തൊരു ഐറ്റം ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോൺ എടുത്ത് റീചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അത് മേടിക്കാവുള്ളൂ എന്ന്. എൻ്റെ ഭാഗ്യത്തിന് ആ ഐറ്റം വന്ന സമയത്ത് ഞാനിവിടെ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ ആ കൊറിയർ കൊണ്ടുവന്ന പയ്യൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മോനെ ഇത് ഞാൻ ഓർഡർ ചെയ്തതല്ല, അത് കാരണം കൊണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ പുറത്ത് ശരിക്കും നമുക്ക് പേര് വായിച്ച് നമുക്ക് മനസ്സിലാവും. ഇതുപോലെ തന്നെ എന്തോ ഒരു കൊറിയൻ പ്രൊഡക്റ്റ് എന്നും പറഞ്ഞിട്ടാണ് അവർ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഞാൻ മേടിച്ച ഐറ്റം അല്ല, തിരിച്ച് കൊണ്ടുപോയിക്കോളൂ, ഇത് ഞാൻ മേടിക്കില്ല എന്ന് പറഞ്ഞു. എനിക്ക് ആ കുട്ടിക്ക് വിഷമാവോ എന്നുള്ളതായിരുന്നു എൻ്റെ പേടി കേട്ടോ. അപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞൊരു കാര്യം, ചേച്ചി ഇതിപ്പോൾ ഭയങ്കര കൂടുതലായിട്ട് നടക്കുന്ന ഒരു തരം സ്കാമാണ്. നമ്മൾ എപ്പോഴെങ്കിലും ഓൺലൈനിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ 3-4 പ്രാവശ്യമൊക്കെ പർച്ചേസ് നമ്മുടെ അഡ്രസ്സ് അവരെടുത്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇവരുടെ സൈറ്റിൽ നമ്മൾ ഒന്ന് കയറി നോക്കിയാൽ മതി, നമ്മൾ ആ സാധനം ബുക്ക് ചെയ്തെന്നും പറഞ്ഞ് അവർ നമുക്ക് അയക്കും. എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അയക്കുന്നത്, ചിലപ്പോൾ ഒരു സാധനം ഉണ്ടാവില്ല എന്നതിൻ്റെ ഉള്ളിൽ. അത് അയച്ചിട്ട് നമ്മളിവിടെ എത്തിയിട്ട് വീട്ടിൽ ആളുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ പുറത്തെവിടെയെങ്കിലും ഒക്കെ ആണെങ്കിൽ നമ്മൾ പറയും കൊടുത്തോളൂ കേട്ടോ, ഞാൻ നിങ്ങളുടെ ഇത് തന്നാൽ മതി, GPay നമ്പർ ഞങ്ങൾ പൈസ ഇട്ടേക്കാം എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഈ പയ്യൻ്റെ കയ്യിൽ ഞാൻ തിരിച്ചു കൊടുത്തു വിട്ടു. ഇത് തിരിച്ചു കൊടുത്ത് വിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിൽക്കും എന്ന്. പിറ്റേ ആഴ്ചയായപ്പോൾ ഇതുപോലെ തന്നെ ഷാജൻ്റെ പേരിലും പിന്നെയും വന്നു. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ഓർഡർ ചെയ്ത സാധനമല്ല, തിരിച്ചു കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്നുണ്ട്. നമുക്ക് മെയിൽ വരെ വരും, ഓർഡർ കൺഫേംഡ് എന്നും പറഞ്ഞിട്ട്. നമ്മൾ മെയിലിൽ ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മെയിലിൽ വരും, അവർ OTP ചോദിക്കുന്ന പോലെ നമുക്ക് മെസ്സേജ് വരും, എല്ലാം വരും. പക്ഷെ ഇത് നമ്മൾ അതിൻ്റെ പുറത്തുള്ള സ്റ്റിക്കർ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം സാധനം മേടിച്ച് അകത്ത് വെക്കാവുള്ളൂ, ക്യാഷ് കൊടുക്കാവുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ മുമ്പിൽ, അപ്പോൾ അവർ പറയും ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇത് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് പറ്റില്ല എന്ന് പറയും. അത് ഓപ്പൺ ആക്കി ആ കൊറിയർ ബോയ്സിനൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് വന്നതൊരു പ്രത്യേകതരം കൊറിയർ സർവീസിൽ നിന്നാണ്, അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് വിശ്വാസമുള്ള കൊറിയർ, ആ പയ്യൻ തന്നെയാണ് അത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് വിശ്വാസമുള്ള കൊറിയർ ഇതുകളിൽ വരുന്നതാണോ നോക്കുക. മെയിനായിട്ട് നമ്മൾ അവരുടെ പുറത്തുള്ള അത് വായിച്ച് നോക്കുക, നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം തന്നെയാണോ വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് റിസീവ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇപ്പോൾ എനിക്ക് 2 പ്രാവശ്യം അബദ്ധം പറ്റി. അപ്പം എൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതുപോലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് ഈ ഒരു അറിവ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അലേർട്ടായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കാര്യം ഞാൻ ഷെയർ ചെയ്തത് കേട്ടോ. ഇനി നമുക്കപ്പോൾ അടുത്ത പണി ഇത് മുഴുവൻ വാഷ് ചെയ്യണം. എന്നിട്ട് എൻ്റെ പഴയ ഐറ്റംസുകളെല്ലാം മാറ്റി പാക്ക് ചെയ്ത് ഈ ബോക്സിൽ വെക്കണം. എന്നിട്ട് ഈ പുതിയ പ്ലേറ്റും കാര്യങ്ങളെല്ലാം വെക്കണം. അതാണ് കേട്ടോ. അപ്പോൾ അതിന് പോവാം. അപ്പോൾ എൻ്റെ പാത്രങ്ങളെല്ലാം വാഷ് ചെയ്തിട്ട് ഞാനതെല്ലാം തുടച്ച് വെച്ചു കേട്ടോ. ഇനി നമുക്കിത് എടുത്ത് വയ്ക്കാവേ. ഇതിൽ നിന്ന് ആവശ്യമില്ലാത്തതെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. ഈ ചെറിയ ബൗളുകൾ നമുക്ക് ഇവിടെ വെക്കാം കേട്ടോ. ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഇതുകൾ മാറ്റിയിട്ട് പലതും മിക്സായിട്ടായിരിക്കുന്നതേ. നമ്മൾ ഓരോ പ്രാവശ്യം ഉപയോഗിക്കാൻ എടുത്തിട്ട് ചിലപ്പം 1-2 എണ്ണമൊക്കെ പൊട്ടും എടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളിത് മാറ്റി അങ്ങനെ എടുത്തിട്ട് ഉപയോഗിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതൊന്നും നമുക്ക് എടുത്ത് വയ്ക്കണം. ഇനി ഈ ഗ്ലാസ്സുകൾ നമുക്ക് ഡ്രിങ്കിങ് ബോട്ടിൽസ് ഇരിക്കുന്നതിൻ്റെ അങ്ങോട്ട് വയ്ക്കാവേ. അയ്യോ, ഇതെല്ലാം കൂടി എനിക്ക് പൊങ്ങില്ല. ഓക്കെ, അത് നമുക്ക് ഈ സാധനം എടുത്ത് മുകളിലേക്ക് വെക്കാം.
എൻ്റെ അടുത്തേ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ചേച്ചി ഇത്രയും പാത്രങ്ങൾ കിച്ചണിലുള്ളത് എടുത്ത് യൂസ് ചെയ്യുമ്പം അത് യൂസ് ചെയ്യാറുണ്ടോ, അതോ വെറുതെ ഷോയ്ക്ക് വേണ്ടി മേടിച്ച് വെച്ചേക്കുന്നതാണോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. ഷോയ്ക്ക് വേണ്ടി മേടിച്ച് വെച്ചേക്കുന്നൊന്നും അല്ല കേട്ടോ. ഞാനിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫുള്ള് മാറ്റി മാറ്റി യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഇനിയുണ്ടല്ലോ, നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന പാത്രങ്ങളുണ്ടല്ലോ, അതെല്ലാം ഞാനൊരു ഇപ്പോൾ നമ്മൾ ഈ പൊട്ടിച്ച ബബിൾ റാപ്പുകളൊക്കെ വെച്ചിട്ട് പൊതിഞ്ഞിട്ട് അത് ആ പാക്കിൽ തന്നെ നീറ്റായിട്ട് എടുത്ത് വെക്കും കേട്ടോ. എനിക്ക് വേണ്ടാത്ത പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ അപ്പം തന്നെ ആർക്കെങ്കിലും, ഇപ്പോൾ ഒന്നെങ്കിൽ എൻ്റെ ഇവിടെ നിൽക്കുന്ന മെയ്ഡിനോ അല്ലെങ്കിൽ ഇവിടെ വേസ്റ്റ് എടുക്കാൻ വരുന്ന ചേച്ചിക്കോ, ചിലപ്പോൾ ഞാൻ എൻ്റെ അമ്മയ്ക്ക് അങ്ങോട്ട് വീട്ടിലോട്ടോ ഒക്കെ കൊടുത്തു വിടും. ഇപ്പം ഇവിടെ അങ്ങനെ അധികം സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കില്ല, നമുക്ക് പ്ലേസ് പോകാനായിട്ട്. അപ്പം എന്തെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗം വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കണ്ടിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങ് കൊടുക്കൂ കേട്ടോ. അപ്പം അധികം സാധനങ്ങൾ അങ്ങനെ വീട്ടിനകത്ത് സ്റ്റോർ ചെയ്ത് നമുക്ക് സ്പേസും പോവില്ല. അത് നമ്മുടെ വീട്ടിലൊരു പോസിറ്റീവ് എനർജി തരാനും നല്ലതാണ്. നമ്മൾ ഉപയോഗിക്കാത്ത സാധനം നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നാളായി വന്നിട്ട് കേട്ടോ. ഞാൻ അതിന് റിപ്ലൈ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു അതിന് റിപ്ലൈ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന ഓഡിയൻസിന് കുറച്ചും കൂടിയും അതൊരു എന്താണ് പറയുക, എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരുമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇടില്ലേ, ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് എൻ്റെ അടുത്ത് അതിനകത്ത് വന്ന കമൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചേച്ചിയുടെ വീട്ടിൽ മെയ്ഡുണ്ട്, പിന്നെ മെയ്ഡിന് എന്താ പണി ചേച്ചി ഇത് മുഴുവനും ചെയ്യുകയാണെങ്കിൽ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെയും കുറേ റിപ്ലൈ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മെയ്ഡ് ചെയ്യേണ്ട ജോലികൾ മെയ്ഡ് ചെയ്യാറുണ്ട്, ഞാൻ ചെയ്യേണ്ട ജോലികൾ ഞാൻ ചെയ്യും. ഞാനെന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, എനിക്ക് ക്ലീനിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള ജോലി നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് മടുപ്പൊന്നും വരാറില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഈ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് മുഴുവനും. പിന്നെ എൻ്റെ മെയ്ഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ക്ലീനിങ്ങിന് മാത്രമേ ഉള്ളൂ. അവർ രാവിലെ വന്നിട്ട് ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ, ഒരു 8:30 ഒക്കെ ആകുമ്പോൾ വന്നിട്ട് ഒരു 1:30 ഒക്കെ ആകുമ്പോഴത്തേനും പോകും. ഒരു ഫുൾ ടൈം മെയ്ഡിനെ ഒന്നും ഞാൻ അങ്ങനെ നിർത്താറില്ല കേട്ടോ. എനിക്ക് ചെയ്യാനുള്ള ജോലികൾ എനിക്കിഷ്ടമാണ്, ഇങ്ങനെ ക്ലീനിങ്ങിൻ്റെ ജോലികൾ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഫുൾ ടൈം ഒന്നും എനിക്കൊരാളെ ആവശ്യമായിട്ട് തോന്നിയിട്ടും തോന്നാറുമില്ല. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നതാണ് ഞാൻ വീഡിയോയിലെടുത്ത് കാണിക്കുന്നത്. വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ വെജിറ്റബിൾസ് കട്ടിങ് ആൻഡ് സ്റ്റോറിങ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്തിനാ ഇത് മുഴുവനും മേടിച്ച് എന്താണ് നിങ്ങളുടെ വീട്ടിൽ ഇത്രയും സാധനങ്ങളുണ്ടെന്ന് കാണിക്കാനാണോ എന്നുള്ളതൊക്കെ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർക്ക് അത് ഉപകാരമായിട്ടുണ്ട് എന്നുള്ള കമൻസും എനിക്ക് വന്നിട്ടുണ്ട്. അപ്പം ചില ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളെന്നെ വീഡിയോ കാണാണ്ടിരിക്കുക, വേറെ സ്കിപ്പ് ചെയ്ത് പോകുക, നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ വേറെ വീഡിയോസ് കാണുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അതിന് മറുപടി വിഷമം വരുത്താൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. കാരണം എന്നറിയോ, എനിക്ക് ഇങ്ങനത്തെ ക്ലീനിങ് വീഡിയോകൾ ഒരുപാട് കാണുന്ന ഒരാളാണ് ഞാൻ. കുറേ ഉണ്ട്. ഇപ്പോൾ പറയാനാണെങ്കിൽ ഇപ്പം ഹേമൈ ഡേ, ഹാമി മോമി, പിന്നെ കുക്കിങ്ങിൻ്റെ വീഡിയോസ്, വില്ലേജ് വീഡിയോകൾ, അങ്ങനത്തെ ഒക്കെ ഇഷ്ടം പോലെ ചൈനീസും കൊറിയൻസും എന്തിന് നമ്മുടെ മലയാളികളുടെ തന്നെ വീഡിയോകൾ ഞാൻ കാണുന്നതും ഫോളോ ചെയ്യുന്നതുമായിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ക്ലീനിങ്ങിൻ്റെ പ്രാന്തമുള്ള എന്നെ പോലെയുള്ള ആൾക്കാർക്ക് വെറുതെ ഇരിക്കാൻ തോന്നില്ല, അവരിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ വീട് വൃത്തിയാക്കി വെക്കണത് നമ്മളല്ലേ, അത് നമ്മൾ മെയ്ഡിനെ ഏൽപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ട്, അവർ നമുക്കൊരു ഹെൽപ്പിന് വേണ്ടി വെക്കുന്നതാണ്. പക്ഷെ എല്ലാം ഓർഗനൈസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത്, ഇപ്പം ഞാൻ നിങ്ങളോട് പല വീഡിയോയിലും പറഞ്ഞിട്ടില്ലേ, ക്ലീനിങ്ങിന് എനിക്കൊരു ഡയറി ഉണ്ട്, ആ ഡയറിയിൽ ഓർഗനൈസ് ചെയ്തിട്ടാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ തീർന്നു പോകുന്നത്. അല്ലെങ്കിൽ നല്ലപോലെ പൊടി പിടിക്കുക, എൻ്റെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. വീഡിയോയ്ക്ക് വേണ്ടി കാട്ടിക്കൂട്ടിയൊന്നും വീഡിയോകൾ ചെയ്യാറില്ല കേട്ടോ. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ വരുമ്പം, ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇപ്പോൾ സ്റ്റാർട്ടിങ് പറഞ്ഞില്ലേ, ഞാൻ ആ പാക്കറ്റ് വന്നപ്പോൾ ഞാനത് പൊട്ടിച്ചില്ല, ഞാനത് അവിടെ എടുത്തു വെച്ചു, നിങ്ങളെയും കൂടി കാണിച്ചു തരാൻ എന്നുള്ളത്. അത് ഈ വീഡിയോ എടുക്കുമ്പം നിങ്ങൾക്കും കൂടി അതൊന്ന് ഷെയർ ആകട്ടെ എന്ന് വിചാരിച്ചിട്ട്, ഇപ്പോൾ ആരെങ്കിലും അങ്ങനെ ഒരു ഡിന്നർ സെറ്റോ അല്ലെങ്കിൽ 4 പേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേറ്റ്സോ കാര്യങ്ങളൊക്കെ നല്ലത് നിങ്ങൾക്ക് മേടിക്കാനുള്ള സൈറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി അവർക്ക് നോക്കാം, റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് മേടിക്കാം.
അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് നമുക്കുള്ളത് മുഴുവനും വീഡിയോ എടുത്ത് കാണിച്ചുകൊണ്ട് നടക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. ചെറിയൊരു അൺബോക്സിങ്ങും എൻ്റെ കിച്ചണിലെ പ്ലേറ്റ്സ് കാര്യങ്ങളും എല്ലാം മാറ്റുന്നതും എടുക്കുന്നതും ഒക്കെ ഇനിയും എനിക്ക് ചെയ്യാനുണ്ട്. ഇപ്പം ചായയും കാപ്പിയൊക്കെ കുടിക്കുന്ന മഗ് കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റണം. അപ്പോൾ അതുമൊക്കെ ഇവിടെ ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും. ഞാൻ വാഷ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കും. ഇടയ്ക്ക് നിങ്ങളും ഇതൊക്കെ ചെയ്ത് നോക്കുക. കാരണം നമ്മുടെ വീട്ടിൽ ഇപ്പം ക്രോക്കറി ഷെൽഫിലൊക്കെ ഇഷ്ടം പോലെ പാത്രങ്ങൾ ഇരിക്കുന്നുണ്ടാവും ഗസ്റ്റിന് വേണ്ടിയിട്ട്. അതൊക്കെ ഇടയ്ക്ക് എടുത്ത് പൊടി തട്ടി വൃത്തിയാക്കി കഴുകി നമ്മളൊന്ന് ഉപയോഗിച്ച് നോക്കുക. നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് നമ്മൾ തന്നെയാണെന്ന് വിചാരിക്കുക. നമ്മളതെടുത്ത് അങ്ങ് ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഇത് തരുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയാം, അടുത്ത വീക്കിൽ എനിക്ക് കുറച്ച് ഇങ്ങനെ സെലിബ്രേഷൻസും വലിയ കാര്യമായിട്ടൊന്നുമില്ല. പിള്ളേർ ഒരു കേക്ക് മേടിച്ച് മുറിക്കലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം അത് നടക്കുന്ന കാരണം കൊണ്ട് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാനായിട്ടും നമുക്കൊരു സന്തോഷം തോന്നാനും വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാനിത് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് കമൻറ്റ് ഇടാതെ ഇരിക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കമൻറ്റ് ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നത്. കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. ബൈ.